ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലിനും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡിനും BCCI പുരസ്കാരം നൽകാനൊരുങ്ങുന്നു. ഈ വർഷത്തെ മികച്ച ക്രിക്കറ്റ് താരമായിട്ടാണ് ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനെ BCCI പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2024 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ T20 ലോകകപ്പ് കിരീടം നേടാൻ സഹായിച്ച ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡിന് CK നായിഡു ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൽകി BCCI ആദരിക്കും. ഈ മാസം ഡൽഹിയിൽ നടക്കുന്ന BCCIയുടെ വാർഷിക ചടങ്ങിലാണ് ഇരുവർക്കും പുരസ്കാരം നൽകുക. ടെസ്റ്റ് ഏകദിന പരമ്പരകളിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗില്ലിനെ മികച്ച താരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം T20 ലോകകപ്പ് ടീമിൽ ഇത്തവണ ഗില്ലിനെ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇത്തവണ കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ ഒരുങ്ങുകയാണ്. ജൂലൈ മാസം നടക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ശ്രീലങ്ക പര്യടനത്തിൽ T20 പരമ്പരയിൽ കൂടുതൽ മത്സരം ഉൾപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. ശ്രീലങ്ക പര്യടനത്തിന് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ട് പര്യടനവും നടത്തുന്നുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ T20 ഏകദിന പരമ്പരകളാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിക്കുന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അഫ്ഗാനിസ്ഥാനുമായിട്ടും പരമ്പര കളിക്കുന്നുണ്ട്. ഇതിനിടയിൽ അയർലൻഡ് ടീമുമായി പരമ്പര കളിക്കാനുള്ള ചർച്ചയും ഇന്ത്യ നടത്തുന്നുണ്ട്. 3 മത്സരങ്ങളടങ്ങുന്ന T20 പരമ്പരയാണ് ടീം ഇന്ത്യ അയർലൻഡുമായി കളിക്കാൻ ഒരുങ്ങുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കിരീടമുയർത്തിയ ആവേശം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആവേശത്തിലേക്കും കടക്കുകയാണ്. IPL 19 സീസണ് മാർച്ച് 28-ന് നിലവിലെ ചാമ്പ്യന്മാരായ RCBയും SRHും തമ്മിലുള്ള മത്സരത്തോടെയാണ് തുടക്കം കുറിക്കുന്നത്. IPL ആവശ്യത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം IPLന് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. IPL കളിക്കുന്ന വിദേശ താരങ്ങൾക്ക് ടീമിനോടൊപ്പം ചേരാൻ കഴിയുമോ എന്നതാണ് ആശങ്ക. വിദേശ ക്രിക്കറ്റ് താരങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടാൽ ആദ്യ മത്സരങ്ങളിൽ പല ടീമുകൾക്കും വിദേശ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. ഈ കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷവും വിദേശ ടീമുകൾക്ക് നാട്ടിലേക്കുള്ള മടക്കം തടസ്സപ്പെട്ടിരുന്നു. ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ ടീമുകളിലെ താരങ്ങളെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ IPL ഫ്രാഞ്ചൈസികൾക്ക് ആശങ്കയുണ്ട്. യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ വിമാന ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഈ മാസം തുടക്കമാകുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണർമാർ ആരൊക്കെയാകും എന്നതാണ് ആരാധകരുടെ വലിയ ആകാംക്ഷ. മലയാളി താരമായ സഞ്ജു സാംസൺ ചെന്നൈ ടീമിന് വേണ്ടി ഇത്തവണ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ സഞ്ജു സാംസൺ CSKയ്ക്ക് വേണ്ടി ഓപ്പണർ ആകുമെന്നാണ് സൂചന. സഞ്ജുവിനോടൊപ്പം മറ്റൊരു ഓപ്പണറായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദോ, ആയുഷ് മാത്രയോ ഇവരിലൊരാളായിരിക്കും ഇറങ്ങുക. ആയുഷ് മാത്രയെ സഞ്ജുവിനോടൊപ്പം ഓപ്പണറായി ഇറക്കിയാൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് 3-ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങാനാണ് സാധ്യത. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം മലയാളി താരമായ സഞ്ജു സാംസന് വൈകാരിക നിമിഷം തന്നെയാകും. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കുപ്പായത്തിൽ സീസണിലെ ആദ്യ മത്സരത്തിൽ സഞ്ജു നേടുന്നത് രാജസ്ഥാൻ റോയൽസിനെയാണ്. കഴിഞ്ഞ ഏറെ വർഷങ്ങൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായി 6-ാം കുപ്പായത്തിലായിരുന്നു സഞ്ജു IPLൽ കളിച്ചുകൊണ്ടിരുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയത് വലിയ അലയൊലികളാണ് സൃഷ്ടിച്ചത്. സീസണിലെ ആദ്യ മത്സരത്തിൽ CSK രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ എതിർ ടീം രാജസ്ഥാൻ റോയൽസ് എന്ന ചിന്ത സഞ്ജുവിൽ വൈകാരിക നിമിഷങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. T20 ലോകകപ്പിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിന് കിരീടം നേടിക്കൊടുത്തതിന് ശേഷമായിട്ടാണ് സഞ്ജു IPLൽ CSKയ്ക്ക് വേണ്ടി കളിക്കാൻ എത്തുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ സഞ്ജു സാംസനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഇതിഹാസ താരമായ മാത്യു ഹെയ്ഡൻ. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായ ആദം ഗിൽക്രിസ്റ്റുമായിട്ടാണ് ഹെയ്ഡൻ സഞ്ജുവിനെ ഉപമിച്ചിരിക്കുന്നത്. 2007 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഗിൽക്രിസ്റ്റ് ഓസീസിന് വേണ്ടി നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് പോലെയായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനമെന്നും ഹെയ്ഡൻ പറയുന്നു. ലോകകപ്പിലെ അവസാന ഘട്ടത്തിൽ സഞ്ജു പുറത്തെടുത്ത ബാറ്റിംഗ് ഫോമിനെയാണ് ഹെയ്ഡൻ പ്രശംസിക്കുന്നത്. കളിക്കാൻ കിട്ടിയ അവസരം സഞ്ജു പ്രയോജനപ്പെടുത്തി എന്നും ഗിൽക്രിസ്റ്റിനെ പോലെ അനായാസമായിട്ടാണ് സഞ്ജു സിക്സറുകൾ അടിച്ചതെന്നും ഹെയ്ഡൻ പറയുന്നു.